ഹലോ ഗുയിസ്, ഇത് ഇങ്ങനെ ഈ ഫോട്ടോ വരുത്തുന്നത് എങ്ങനെയാണ് പറയാൻ പോകുന്നത്. ഒരാളുടെ ബാക്കിൽ ഒരു വാളിൽ വെച്ച പോലെ ഒരു ഫോട്ടോ ഇങ്ങനെ നമ്മൾ ആഡ് ആക്കുന്നതാണ് പറയാൻ പോണ ഈ വീഡിയോ. ഫസ്റ്റ് നമുക്ക് ഇതെടുത്ത് നമുക്ക് വേണ്ട ഫോട്ടോസ് എടുക്കുക. ഫസ്റ്റത്തെ ഈ ചക്ക നിൽക്കുന്ന ഫോട്ടോ എടുക്കുക. എന്നിട്ട് സെലക്റ്റിൽ പോയി അതിൽ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. അപ്പം ഈ ചെക്കിന് മാത്രം സെലക്ട് ആയി വരും. എന്നിട്ട് നമുക്ക് എം ആക്കി ഈ സെലക്ട് ഇതിന് മേലെ വെച്ച് ലെയർ വ്യൂ കോപ്പി ചെയ്യാം. രണ്ട് വേറെ ബാക്ക്ഗ്രൗണ്ട് വേറെ ചെക്കൻ വേറെ. എന്നിട്ട് ചെക്കൻ്റെ മാത്രം ഫോട്ടോ എടുത്ത് ഹൈഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ എടുക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, കളർക്ക് ഇത് നമുക്ക് ഞാൻ തൽക്കാലം എടുക്കുന്നത് ബ്ലാക്കാണ്. എന്നിട്ട് ഈ റെക്റ്റാങ്കിൾ ലെയറിനെടുത്ത് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ച് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് എന്നിട്ട് നമുക്ക് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഈ റെക്റ്റാങ്കിളിനെ സെലക്ട് ചെയ്യുക. ഇത് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഡിസ്റ്റോർട്ട് എടുക്കുക. സെറ്റ് ചെയ്ത് ഇങ്ങനെ കൊള്ളിക്കുക ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, താഴെയും മറ്റേ സൈഡും ഇതേപോലെ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, നേരെ ഇതേപോലെ സെറ്റാക്കുക. അപ്പുറത്തെ സൈഡ് വൈറ്റ് ഒന്നും കാണാൻ പാടില്ല. അപ്പം അതിന് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ഇതിലെങ്ങനെ വരുന്നത് അതേപോലെ നോക്കി ചെയ്യാം. അതിട്ട് എൻ്റർ അടിക്കാം. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ സെലക്റ്റാക്കി ഇതിപ്പോൾ ചെയ്ത് വെച്ചത് ആ ലെയറിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുമ്പോൾ മേലെ ഇതിൽ ഓപ്പൺ ആയി വരും. എന്നിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ആഡ് ആക്കണ്ടേ, ഇതെടുത്ത് ഡ്രാഗ് ചെയ്യാം. വലുതാക്കാം. ഈ ക്യാൻവാസിൻ്റെ അത്രയും സൈസ് ആക്കാം. ഓക്കെ, ഇത് സെറ്റാക്കി ജസ്റ്റ് കൺട്രോൾ എസ് അടിക്കാം. ജസ്റ്റ് കൺട്രോൾ എസ് അടിച്ചത്. എന്നിട്ട് മേലെ കാണിക്കുമ്പോൾ ആദ്യം അടിച്ച ടാബ് ഉണ്ടല്ലോ വിൻഡോസ്, ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കും വന്നത്. എന്നിട്ട് നമുക്ക് ചെക്കൻ ഹൈഡാക്കി വെച്ച അതിനെ ഹൈഡ് ചെയ്ത് മേലോട്ട് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. ഇതിൽ എഫക്റ്റിൽ ബ്ലെൻഡിങ് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ആൾട്ട് പിടിച്ച് ഈ ലൈൻ ഉണ്ടല്ലോ ചെക്ക് സാധനം പതുക്കെ നീക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ മാറിയത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സാധനം വന്നിട്ടുണ്ട് ഇതിലേക്ക്, ഈ ഫോട്ടോയിലേക്ക് ഒരു ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇത് നോക്കി നിങ്ങളുടെ ഫോട്ടോ നോക്കിയിട്ട് എങ്ങനെയാണ് മാച്ച് ആ സാധനം വെച്ച് നമുക്ക് കുറച്ച് വൃത്തി നിങ്ങൾ ഫോട്ടോ ചെയ്താൽ വെച്ചിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ അടിക്കുക. എന്നിട്ട് ഈ ലെയർ കുറച്ചൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കളിക്കുക. ഓക്കെ, എന്നിട്ട് ഇത് ഹൈലൈറ്റ് ഇതിന് താഴത്തിൻ്റെ നോർമൽ മാറ്റി ഇതാണ് മാച്ച് എടുത്ത് വെക്കുക.
ഒന്നിൽ ഇത് ഓവറിലെടുക്കുക, വെക്കുക, നോർമലാക്കുക ഫുള്ളും. ഇത് രണ്ടാമത്തെ ലെയർ എടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് വരയ്ക്കുക. ഇത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് ലോക്ക് ഒഴിവാക്കുക. ഇത് ഡ്രാഗ് ചെയ്ത് വെച്ച ഇതിനൊക്കെ മുമ്പിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ലാസ്റ്റ് നോർമൽ മാറ്റിയിട്ട് ഓവർലേ വെച്ചാൽ മതി. ഓവർലേ ആക്കുമ്പോൾ ബാക്കത്തെ ഫോട്ടോമ്പിൾ ഒരു വാളിന് മേലെ വെച്ച പോലെ ഫീലാണ്. അങ്ങനെ ഇത് കിട്ടാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തെ പോലെ നമുക്ക് സെറ്റാക്കാം. ഇപ്പം എനിക്ക് ഫോട്ടോ വേണ്ട, വേറെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റാക്കാം. എല്ലാം ഓക്കെ ആക്കും. നിങ്ങളിതുപോലെ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ മൈൻഡ് പോലെ എങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഇത് ബേസിക്കായി മാത്രമാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ബൈ, യു.